ഗൈസ്, ഇന്ന് രാവിലെ ഉറക്കണീറ്റപ്പോ തൊട്ട് ഡൂഡിമോള് പറയുന്നത് കേൾക്കേണ്ടി വന്നു. കാരണം അവളെ ഒരു ഡയറി മിൽക്ക് ഉണ്ട്, അത് തീരുന്നവരെ ഇങ്ങനെയൊക്കെ നിന്നേ പറ്റൂ. ലാസ്റ്റ് ഞാൻ അത് ഒപ്പിച്ച്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് മുട്ടയും വെള്ളത്തിൽ ഇങ്ങനെ വേവിക്കാനൊക്കെ ഇട്ട്, അത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തൊലി കളഞ്ഞ് മാറ്റണം. അപ്പോഴത്തേക്കും എന്നെ തേങ്ങ വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയി. ഇതിപ്പോ എന്ന് സ്ഥിരം പരിപാടിയാക്കിയൊക്കെയാണ്. അങ്ങനെ തേങ്ങയൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ ചെന്നു. അപ്പൊ ഇവിടെ ഒരാൾ ഡയറി മിൽക്ക് തിന്നുന്നു, എനിക്ക് തരുന്നില്ല. എല്ലാരും കാണോടി, അല്ലെങ്കിൽ അഴുക്കപ്പെടണമെന്ന് വിചാരിക്കും എല്ലാരും. ഇനിയിപ്പോ പോയി ബാക്കി കട്ട്ലറ്റ് ഉണ്ടാക്കാം. എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ നമ്മൾ ആവശ്യത്തിന് പൊടികളൊക്കെ ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ ഇരുന്നതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടായിരുന്നു, കുറച്ച് സെറ്റ് ആവാൻ. ഇത് എന്തോന്ന് കട്ട്ലറ്റ് ആണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ, പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ. ലാസ്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ അടിപൊളിയാണ്. എന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയായിരിക്കും. തിന്നാനുള്ള സാധനമൊക്കെ തീർന്നാൽ പിന്നെ ഡൂഡിക്ക് എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമാണ്. ഞാൻ എന്തുണ്ടാക്കിയാലും അത് ഉണ്ടാക്കി തീരുന്നവരെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും. ഇന്നും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അതിലൊക്കെ ഇട്ട് കുത്തുന്നുണ്ടായിരുന്നു. ഇവിടെ അമ്മ എന്തൊക്കെയാ പറയുന്നു. നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം. ഇതൊക്കെ മിക്സിയിലോട്ട് ഇട്ടപ്പോഴേ കറണ്ട് പോയായിരുന്നു. പിന്നെ നമ്മൾ പോയി ടൊമാറ്റോ സോസ് വാങ്ങിക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊണ്ട് വീട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഇട്ടിരിക്കണം. ആരെന്തിനുണ്ടാക്കി അടി ഇട്ടോന്നായപ്പോ പിന്നെ പോയി പാത്രമൊക്കെ ലാസ്റ്റ് കട്ട്ലറ്റ് ഒക്കെ സെറ്റായി. അപ്പൊ തന്നെ അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോഴാണ് കറണ്ട് വന്നത്. ഇനി മയോണൈസ് എടുത്ത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കിവിടെ കിടക്കാൻ പറ്റൂല. തിന്നു തീർത്താലോ എന്നൊക്കെ ആലോചിച്ച് പിന്നെ വിചാരിച്ച് മൈദ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാന്ന്. അങ്ങനെ നമ്മൾ അത് സെറ്റാക്കി. അതിന്റെ അവസാനമൊക്കെ ഇങ്ങനെയായിരുന്നു. പിന്നെ എന്തുണ്ടാക്കിയാലും തിന്നാൻ വീട്ടിലെ ആളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഷേപ്പ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അവിടെയൊക്കെ പോയി വൃത്തിയാക്കട്ടെ. അപ്പൊ ഓക്കെ.